യാതൊരു കഠിനാധ്വാനവും ചെയ്യാതെ ചിലർ എങ്ങനെയാണ് എല്ലാം നേടിയെടുക്കുന്നതെന്നും എന്നാൽ സർവസ്വവും നൽകി പരിശ്രമിച്ചിട്ടും ചിലർ വെറുംകൈയോടെ നിൽക്കുന്നതെന്നും നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതെല്ലാം രാത്രിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രഹസ്യമാണെങ്കിലോ? അതെ, ഞാൻ സംസാരിക്കാൻ പോകുന്നത് അത്തരമൊരു കാര്യത്തെക്കുറിച്ചാണ്. ഇത് കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ ഉറങ്ങിയിരുന്നതുപോലെയല്ല ഇനി മുതൽ രാത്രികളിൽ ഉറങ്ങാൻ പോകുന്നത്. കാരണം ഇന്ന് രാത്രി നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കുകയാണെങ്കിൽ നാളെ രാവിലെ നിങ്ങളുടെ ജീവിതം തന്നെ മാറിയേക്കാം. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ തീർച്ചയായും കാണുക. കാരണം നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാൻ പ്രപഞ്ചത്തെ നിർബന്ധിതമാക്കുന്ന ഒരു അഫർമേഷൻസ് ടെക്നിക് ഞാൻ അവസാനമായി പറഞ്ഞുതരും. നമുക്ക് തുടങ്ങാം. ആദ്യം ഈ കാര്യം മനസ്സിലാക്കുക. പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു ഭൂതമല്ല. അതായത് എന്നെ കോടീശ്വരനാക്കൂ എന്ന് നിങ്ങൾ പറയുമ്പോൾ പിറ്റേന്ന് രാവിലെ കിടക്കയിൽ നോട്ടുകെട്ടുകൾ വീണുകിടക്കില്ല. പ്രപഞ്ചം ഒരു സേവകനെപ്പോലെ ശരി മുതലാളി എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്ന ഒന്നല്ല. ഇത് ജീവനുള്ള, സംവേദനക്ഷമതയുള്ള, വളരെ ബുദ്ധിമാനായ ഒരു ബോധമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അത് ഓരോ നിമിഷവും നിങ്ങളുടെ ഉള്ളിലും പുറത്തും നിലനിൽക്കുന്നു എന്നതാണ്. ഇനി വളരെ ആഴത്തിലുള്ള ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം പൂർണ്ണ ഹൃദയത്തോടെയും വികാരത്തോടെയും ആഗ്രഹിക്കുമ്പോൾ ആ ആഗ്രഹത്തിൽ നിന്ന് ഒരു എനർജി പുറത്തുവരുന്നു. അത് അദൃശ്യമാണ്, പക്ഷേ വളരെ ശക്തവുമാണ്. നിങ്ങളുടെ ബ്രെയിൻ വേവ്സ്, നിങ്ങളുടെ വികാരം, നിങ്ങളുടെ ലക്ഷ്യം ഇവയെല്ലാം ചേർന്ന് ഒരു ഫ്രീക്വൻസി ഉണ്ടാക്കുന്നു. പ്രപഞ്ചം ആ ഫ്രീക്വൻസിയാണ് പിടിച്ചെടുക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ മനസ്സ് എപ്പോഴും ഭയവും സംശയവും ഇല്ലായ്മയും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ പ്രപഞ്ചം എന്തായിരിക്കും കേൾക്കുക? ഭയം, സംശയം, ഇല്ലായ്മ, ഇതുതന്നെ. എന്നിട്ട് ആളുകൾ പറയും, ഞാൻ ശ്രമിക്കുന്നുണ്ട്, എന്നിട്ടും എന്തുകൊണ്ടാണ് നടക്കാത്തത് എന്ന്. കാരണം നിങ്ങൾ ശ്രമിക്കുകയല്ല, മറിച്ച് പരാജയപ്പെടുമോ എന്ന് ഭയപ്പെടുകയാണ്. ആ ഭയമാണ് നിങ്ങളുടെ ഫ്രീക്വൻസിയായി മാറുന്നത്. പ്രപഞ്ചം വളരെ ലളിതമാണ്. നിങ്ങൾ എന്താണോ അനുഭവിക്കുന്നത് അതുമാത്രമാണ് പ്രപഞ്ചം തിരികെ നൽകുന്നത്. പകൽ സമയം എനിക്ക് പണം വേണം എന്ന് നിങ്ങൾ പറയുകയും എന്നാൽ രാത്രിയിൽ അത് കിട്ടിയില്ലെങ്കിൽ എന്തു ചെയ്യും എന്ന് ചിന്തിക്കുകയും ചെയ്താൽ എന്താകും അവസ്ഥ? പ്രപഞ്ചം ആ കിട്ടിയില്ലെങ്കിൽ എന്ന കാര്യമാണ് പിടിച്ചെടുക്കുന്നത്. കേൾക്കുമ്പോൾ കുറച്ച് വിചിത്രമായി തോന്നുന്നുണ്ടല്ലേ? പക്ഷേ ഇതാണ് വൈബ്രേഷന്റെ സയൻസ്. ഇനി പ്രപഞ്ചം എപ്പോഴാണ് കേൾക്കുന്നത് എന്ന ചോദ്യം വരുന്നു. എപ്പോഴും നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണല്ലോ, സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ പ്രപഞ്ചം എപ്പോഴാണ് ഇതെല്ലാം കേൾക്കുന്നത്? അതിനുള്ള ഉത്തരമാണ് രാത്രി. രാത്രി സമയം ഏറ്റവും പവിത്രമായ സമയമാണ്. പകൽ മുഴുവൻ നമ്മുടെ തലച്ചോറ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ജോലി, സോഷ്യൽ മീഡിയ, മൊബൈൽ, ആളുകളുടെ സംസാരം, അങ്ങനെ നമ്മുടെ മനസ്സ് ചിതറിക്കിടക്കുകയാണ്. എന്നാൽ രാത്രിയാകുമ്പോൾ ശരീരം തളരുകയും മനസ്സ് ശാന്തമാകാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇനി കേൾക്കുക, നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡ് തുറക്കാൻ തുടങ്ങുന്ന നിമിഷമാണിത്. നിങ്ങളുടെ വിശ്വാസങ്ങളും ഭയങ്ങളും ആഗ്രഹങ്ങളുമെല്ലാം സൂക്ഷിച്ചുവെക്കുന്ന മനസ്സാണിത്. നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണോ വിശ്വസിക്കുന്നത് അതാണ് ഈ മനസ്സ് പ്രപഞ്ചത്തിലേക്ക് അയക്കുന്നത്. ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം നൽകാം. പകൽ മുഴുവൻ എനിക്കൊരു പുതിയ ജോലി വേണം എന്ന് നിങ്ങൾ ചിന്തിച്ചുവെന്ന് കരുതുക. എന്നാൽ രാത്രി തലയിണയിൽ തലവെച്ചപ്പോൾ ഉള്ളിൽ നിന്നൊരു ശബ്ദം വന്നു, ഒരു പക്ഷേ ഞാനിതിന് അർഹനല്ലായിരിക്കാം. ഇപ്പോൾ പറയൂ, ഇതിൽ ഏത് കാര്യമാണ് സത്യമായത്? നിങ്ങൾ പറഞ്ഞതോ അതോ നിങ്ങൾ അനുഭവിച്ചറിഞ്ഞതോ? ഓർക്കുക, പ്രപഞ്ചം വാക്കുകൾ കേൾക്കുന്നില്ല, അത് വികാരങ്ങളാണ് കേൾക്കുന്നത്. നിങ്ങളുടെ വികാരങ്ങൾ അതിന്റെ ഏറ്റവും ആഴങ്ങളിലെത്തുന്ന സമയമാണ് രാത്രി. അപ്പോൾ പിന്നെ പകൽ ചിന്തിക്കുന്നതുകൊണ്ട് എന്താണ് പ്രയോജനം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. തീർച്ചയായും പ്രയോജനമുണ്ട്. പകൽ അത് പരിശീലനമാണ്, എന്നാൽ രാത്രിയിലത് പരീക്ഷയാണ്. രാത്രിയിൽ നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡിന്റെ വാതിൽ തുറക്കുന്നു. ആ വാതിൽ പ്രപഞ്ചത്തിന്റെ കമ്മ്യൂണിക്കേഷൻ ചാനലിലേക്കാണ് പോകുന്നത്. ഇനി ഇതിന് പിന്നിലെ സയൻസ് കൂടി മനസ്സിലാക്കാം. നമ്മൾ ഉറങ്ങാൻ തുടങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ബ്രെയിൻ വേവ്സ് ബീറ്റയിൽ നിന്ന് ആൽഫയിലേക്കും പിന്നീട് തീറ്റ ലെവലിലേക്കും മാറുന്നു. ധ്യാനമോ മെഡിറ്റേഷനോ നടക്കുന്ന അതേ അവസ്ഥയാണ് തീറ്റ ലെവൽ. കുട്ടികൾ ഏറ്റവും വേഗത്തിൽ കാര്യങ്ങൾ പഠിക്കുന്നതും മാനിഫെസ്റ്റേഷൻ ഏറ്റവും ആഴത്തിൽ പ്രവർത്തിക്കുന്നതും ഈ അവസ്ഥയിലാണ്. ഈ അവസ്ഥയിൽ നിങ്ങൾ ലോജിക് ഉപയോഗിച്ച് ചിന്തിക്കുന്നില്ല, മറിച്ച് നിങ്ങൾ അനുഭവിക്കുകയാണ്. നിങ്ങൾ അനുഭവിക്കുന്നതെന്തോ അതാണ് പ്രപഞ്ചത്തിന്റെ ഭാഷ. ഇനി നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കൂ, രാത്രിയിൽ നിങ്ങൾ എന്താണ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്? ഭയമോ, ഉത്കണ്ഠയോ, അതോ നന്ദിയോ? കാരണം ഈ ബ്രോഡ്കാസ്റ്റിംഗ് ആണ് നാളെ രാവിലെ നിങ്ങളുടെ യാഥാർത്ഥ്യമായി മാറുന്നത്. അതുകൊണ്ടാണ് ആത്മീയ ഗുരുക്കന്മാർ എപ്പോഴും പറയുന്നത്, രാത്രി ഉറങ്ങുന്നതിനു മുമ്പ് നിങ്ങളുടെ ചിന്തകളെ ശുദ്ധീകരിക്കുക എന്ന്. കാരണം ആ ചിന്തകളാണ് നാളത്തെ നിങ്ങളുടെ പ്രപഞ്ചത്തെ തീരുമാനിക്കുന്നത്. ഇനി ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ മനസ്സ് എല്ലാ രാത്രിയിലും ഇല്ലായ്മകളെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ പ്രപഞ്ചത്തിന് എങ്ങനെ സമൃദ്ധി നൽകാൻ കഴിയും? പ്രപഞ്ചം നിങ്ങളുടെ ശത്രുവല്ല, അതൊരു കണ്ണാടിയാണ്. നിങ്ങൾ എന്താണോ അയക്കുന്നത് അതുതന്നെ അത് തിരികെ കാണിക്കുന്നു. കുറച്ച് സത്യസന്ധം, കുറച്ച് നിർദ്ദയം, എന്നാൽ അങ്ങേയറ്റം നീതിപൂർവം. ഇനി ചെറിയൊരു കഥ കേൾക്കാം. എല്ലാ രാത്രിയും ഉറങ്ങുന്നതിനു മുമ്പ് ഒരു കാര്യം മാത്രം പറയുന്ന ഒരു സന്യാസിയുണ്ടായിരുന്നു. നന്ദി ദൈവമേ, ഇന്നത്തെ ദിവസം ഗംഭീരമായിരുന്നു. ദിവസം മോശമായിരുന്നാലും
തനിക്ക് പ്രിയപ്പെട്ട ആരെയെങ്കിലും നഷ്ടപ്പെട്ടാലും അദ്ദേഹം എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡോടെയാണ് ഉറങ്ങിയിരുന്നത്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിന്റെ ജീവിതം മാറിമറിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. എന്തുകൊണ്ട്? കാരണം ഗ്രാറ്റിറ്റ്യൂഡ് എന്നത് സമൃദ്ധിയുടെ ഫ്രീക്വൻസിയാണ്. നിങ്ങൾ നന്ദി പ്രകടിപ്പിക്കുമ്പോൾ നിങ്ങൾ ദാരിദ്ര്യമല്ല, മറിച്ച് പൂർണ്ണതയാണ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്. പ്രപഞ്ചം അതുതന്നെ തിരികെ നൽകുന്നു. ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ. രാത്രിയിൽ നിങ്ങൾ കിടക്കയിൽ കിടക്കുമ്പോൾ എന്താണ് ചിന്തിക്കുന്നത്? നാളത്തെ ബില്ല് എങ്ങനെ അടയ്ക്കും? എന്തുകൊണ്ടാണ് എല്ലാവരും എനിക്കെതിരെ നിൽക്കുന്നത്? അതോ ഞാൻ അർഹിക്കുന്നതെല്ലാം എനിക്ക് ലഭിക്കുന്നുണ്ട് എന്നാണോ? ഇതിൽ ഏത് ചിന്തയാണ് നിങ്ങൾ ദിവസവും ആവർത്തിക്കുന്നത്? കാരണം അതാണ് നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്നത്. നിങ്ങൾ ഈ കാര്യം അവഗണിച്ചാലും പ്രപഞ്ചം കേട്ടുകൊണ്ടേയിരിക്കും. നിങ്ങൾ അറിയാതെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് പ്രപഞ്ചം തിരികെ നൽകും. അതായത് നിങ്ങൾ ഭയമാണ് അയക്കുന്നതെങ്കിൽ അത് ഭയത്തിന്റെ അനുഭവം വർദ്ധിപ്പിക്കും. നിങ്ങൾ ഇല്ലായ്മയെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അത് കൂടുതൽ ഇല്ലായ്മകൾ നൽകും. പ്രപഞ്ചം ന്യൂട്രലാണ്, അതിന് നല്ലതോ ചീത്തയോ അറിയില്ല. അത് എനർജിയെ മാത്രമാണ് തിരിച്ചറിയുന്നത്. അതുകൊണ്ട് ചോദ്യം പ്രപഞ്ചം കേൾക്കുന്നുണ്ടോ എന്നതല്ല, മറിച്ച് നിങ്ങൾ അതിനെ എന്താണ് കേൾപ്പിക്കുന്നത് എന്നതാണ്. ഇതിനിടയിൽ വേറൊരു കാര്യം പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഞാൻ രാത്രിയിൽ അഫർമേഷൻസ് പറഞ്ഞിട്ടും എനിക്ക് പ്രൊമോഷൻ കിട്ടിയില്ലല്ലോ എന്ന്. ഞാൻ അവരോട് ചോദിക്കും, എത്ര തവണ പറഞ്ഞു എന്ന്. അവർ പറയും 3 ദിവസം. 3 ദിവസം കൊണ്ട് പ്രപഞ്ചം നിങ്ങളെ വെരിഫൈ ചെയ്യാൻ തുടങ്ങുകയുള്ളൂ, അപ്രൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല എന്ന് ഞാൻ പറയും. നാളെ രാവിലെ ഡെലിവറി ലഭിക്കാൻ ഇതൊരു ആമസോൺ അല്ല, ഇത് പ്രപഞ്ചമാണ്. ഇവിടെ ആദ്യം വൈബ്രേഷൻ സിങ്ക് ആവണം, അതിനുശേഷമാണ് അത് യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നത്. ഇനി മനസ്സിലാക്കുക, രാത്രിയിൽ നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കുന്ന ആ ചുരുങ്ങിയ മിനിറ്റുകൾ നിങ്ങളുടെ വരാനിരിക്കുന്ന മാസങ്ങളുടെ ബ്ലൂപ്രിന്റായി മാറുന്നു. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ രാത്രി കിടക്കുമ്പോൾ ഓർക്കുക, നിങ്ങളുടെ മനസ്സ് ട്രാൻസ്മിറ്ററും പ്രപഞ്ചം റിസീവറുമാണ്. നിങ്ങൾ എന്ത് ഇമോഷൻ അയച്ചാലും അത് അതേ ഫ്രീക്വൻസിയിൽ മറുപടി നൽകും. നിങ്ങളിപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡാണ് അയച്ചതെങ്കിൽ നാളെ സമൃദ്ധി തിരികെ വരും. ഇന്ന് നിങ്ങൾ ഭയമാണ് അയച്ചതെങ്കിൽ നാളെ തടസ്സങ്ങൾ തിരികെ വരും. അടുത്ത തവണ നിങ്ങൾ രാത്രിയിൽ തലയിണയിൽ തലവെക്കുമ്പോൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, ഇന്ന് ഞാൻ പ്രപഞ്ചത്തെ എന്താണ് കേൾപ്പിച്ചത്? കാരണം നിങ്ങളുടെ മനസ്സിൽ വരുന്ന മറുപടിയായിരിക്കും നിങ്ങളുടെ നാളത്തെ യാഥാർത്ഥ്യം. ഓർക്കുക, പ്രപഞ്ചം എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് വെറും വാക്കുകളല്ല, നിങ്ങളുടെ തരംഗങ്ങളും വൈബ്രേഷനുകളുമാണ് കേൾക്കുന്നത്. രാത്രിയിൽ നിങ്ങൾ അയക്കുന്ന ആ വൈബ്രേഷനുകൾ രാവിലെ നിങ്ങളുടെ യാഥാർത്ഥ്യമായി തിരികെ വരുന്നു. ഇനിയാണ് ചോദ്യം, നിങ്ങൾ പ്രപഞ്ചത്തിന് ശരിയായ സന്ദേശമാണോ അയച്ചിട്ടുള്ളത്? കേൾക്കുമ്പോൾ രാത്രി ഒരു സാധാരണ കാര്യമായി തോന്നാം. രാത്രി വെറും ഉറങ്ങാനുള്ള സമയമാണെന്നാണ് ആളുകൾ പറയുന്നത്. സത്യം പറഞ്ഞാൽ രാത്രിയിലാണ് മുഴുവൻ പ്രപഞ്ചവും നിങ്ങൾക്കുവേണ്ടി ഉണർന്നിരിക്കുന്നത്. കാരണം രാത്രി എന്നത് അന്ധകാരത്തിന്റെ സമയമല്ല, മറിച്ച് സമാധാനത്തിന്റെ സമയമാണ്. പുറത്തെ ശബ്ദങ്ങൾ അവസാനിക്കുമ്പോഴാണ് ഉള്ളിലെ ശബ്ദം കേട്ടുതുടങ്ങുന്നത്. ആ ശബ്ദമാണ് നേരെ പ്രപഞ്ചത്തിലേക്ക് പോകുന്നത്. പകൽ സമയത്ത് നമ്മുടെ മനസ്സ് ഒരു മാർക്കറ്റ് പോലെയാണ്. ഓരോ നിമിഷവും ഓരോ ശബ്ദങ്ങൾ മുഴങ്ങിക്കൊണ്ടിരിക്കും. ജോലിയുടെ ടെൻഷൻ, ബോസിന്റെ വഴക്ക്, ഫോണിന്റെ റിംഗ് ടോൺ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നോട്ടിഫിക്കേഷനുകൾ. അതായത് 1 മിനിറ്റ് നേരത്തെ നിശബ്ദത പോലും ഇപ്പോൾ ഒരു ലക്ഷറിയായി മാറിയിരിക്കുന്നു. നമ്മുടെ തലച്ചോറ് 24 മണിക്കൂറും ഓവർലോഡഡാണ്. മനസ്സ് ശബ്ദകോലാഹലങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ പ്രപഞ്ചത്തിന്റെ സൂക്ഷ്മമായ ഫ്രീക്വൻസികളിൽ എത്തുക എന്നത് ഏതാണ്ട് അസാധ്യമാണ്. എന്നാൽ രാത്രിയാകുമ്പോഴേക്കും എല്ലാ ബഹളങ്ങളും അവസാനിക്കുന്നു. എല്ലാ മൂടുപടങ്ങളും അഴിഞ്ഞു വീഴുന്നു. പിന്നീട് നിങ്ങളും നിങ്ങളുടെ യഥാർത്ഥ ഞാനും മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. രാത്രിയിലെ ഇരുട്ട് പേടിപ്പെടുത്തുന്നതല്ല, അത് നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കാൻ നിങ്ങൾക്ക് അവസരം നൽകുക മാത്രമാണ് ചെയ്യുന്നത്. എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാകും, രാത്രിയിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ സത്യസന്ധത തോന്നാറുണ്ട്. കാരണം ആ സമയത്ത് നിങ്ങൾ മുഖംമൂടി അണിഞ്ഞിരിക്കില്ല. പകൽ സമയത്ത് നാം എല്ലാവരും വ്യാജമായ പുഞ്ചിരികൾ ധരിക്കുന്നു. എനിക്ക് കുഴപ്പമൊന്നുമില്ല, എല്ലാം നന്നായി പോകുന്നു. എന്നാൽ രാത്രിയിൽ ആ നുണകൾക്ക് നിലനിൽപ്പില്ല. രാത്രിയിൽ നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നിങ്ങളുടെ യഥാർത്ഥ വൈബ്രേഷൻ. പ്രപഞ്ചം ആ വൈബ്രേഷനാണ് പിടിച്ചെടുക്കുന്നത്. എന്തുകൊണ്ടാണ് രാത്രിയിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഏറ്റവും ശക്തമാകുന്നത് എന്നതിലെ രസകരമായ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കുക. ശാസ്ത്രം പോലും അംഗീകരിക്കുന്ന കാര്യമാണ്, നമ്മൾ ഉറക്കത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ തലച്ചോറ് തീറ്റ വേവ്സ് ഉൽപ്പാദിപ്പിക്കുന്നുവെന്നത്. സബ്കോൺഷ്യസ് മൈൻഡ് ഏറ്റവും സജീവമായിരിക്കുന്നത് ഈ തീറ്റ വേവുകളിലാണ്. കുട്ടികൾ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നത് ഈ അവസ്ഥയിലാണ്. മെഡിറ്റേഷൻ നടക്കുന്നതും സ്വപ്നങ്ങളിലൂടെ പ്രപഞ്ചത്തിൽ നിന്ന് സൂചനകൾ ലഭിക്കുന്നതും ഇതേ അവസ്ഥയിലാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ആ അവസ്ഥയിൽ നിങ്ങൾ ഭയവും ഉത്കണ്ഠയും നെഗറ്റീവ് ചിന്തകളുമാണ് അയക്കുന്നതെങ്കിൽ സബ്കോൺഷ്യസ് മൈൻഡ് എന്തായിരിക്കും പഠിക്കുക? അതേ ഭയം, അതേ ഉത്കണ്ഠ. എന്നാൽ ആ സമയത്ത് നിങ്ങൾ ശാന്തമായി നന്ദിയുടെയും വിശ്വാസത്തിന്റെയും വൈബ്രേഷനാണ് അയക്കുന്നതെങ്കിൽ പ്രപഞ്ചം അതിനനുസരിച്ച് പ്രതികരിക്കും. രാത്രിയിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം ആഴത്തിൽ ആഗ്രഹിക്കുകയും രാവിലെ അതുപോലെയുള്ള എന്തെങ്കിലും സംഭവം നടക്കുകയും ചെയ്ത അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ?
ഒരുപക്ഷേ ഒരു സുഹൃത്തിന്റെ പെട്ടെന്നുള്ള ഫോൺ കോൾ അല്ലെങ്കിൽ ഏതെങ്കിലും അവസരം ലഭിക്കുക. ഇതൊരു യാദൃശ്ചികതയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടാകും. എന്നാലല്ല, അതൊരു യാദൃശ്ചികതയായിരുന്നില്ല. അത് നിങ്ങളുടെ ഫ്രീക്വൻസിക്കുള്ള മറുപടിയായിരുന്നു. കാരണം ബാക്കിയുള്ള ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് നേരെ പ്രപഞ്ചത്തിന്റെ വാതിലിലെത്തുന്നു. പകൽ സമയത്ത് ആ വാതിൽ തിരക്കേറിയതായിരിക്കും, എന്നാൽ രാത്രിയിലത് തുറന്നതും ശാന്തവുമായിരിക്കും. എന്നാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? പ്രപഞ്ചത്തിനുള്ള എയർ ടൈം നമ്മൾ നെറ്റ്ഫ്ലിക്സിനും ഇൻസ്റ്റാഗ്രാം റീൽസിനും വാട്സാപ്പിനുമായി മാറ്റിവെക്കുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ. രാത്രിയിലെ ആ രഹസ്യ സമയം നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ട് ചിരിച്ച് വെറുതെ കളയുകയാണ്. എന്നിട്ട് എന്റെ ജീവിതം മാറാത്തത് എന്താണെന്ന് ചോദിക്കും. നിങ്ങളുടെ മനസ്സ് ഏറ്റവും പവർഫുള്ളായിരിക്കുന്ന സമയത്ത് നിങ്ങൾ അതിനെ മീമുകൾ കൊണ്ട് നിറയ്ക്കുകയാണെങ്കിൽ പ്രപഞ്ചം എന്തായിരിക്കും മാനിഫെസ്റ്റ് ചെയ്യുക? മീമുകൾ തന്നെ തിരികെ അയക്കും. ഉറങ്ങുന്നതിനു മുമ്പുള്ള നിങ്ങളുടെ അവസാനത്തെ ചിന്ത എന്താണെന്ന് ഒന്ന് ഓർത്തുനോക്കൂ. നാളെ ഓഫീസിൽ പോണം, അല്ലെങ്കിൽ എന്റെ കയ്യിൽ കുറച്ചുകൂടി പണമുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഭയം തോന്നുന്നു. ഇങ്ങനെയുള്ള ആ അവസാന ചിന്ത നിങ്ങളുടെ ആദ്യത്തെ സബ്കോൺഷ്യസ് സിഗ്നലായി മാറുന്നു. സബ്കോൺഷ്യസ് മൈൻഡ് രാത്രി മുഴുവൻ അതേ സിഗ്നൽ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അതായത്, നിങ്ങൾ ഭയത്തോടെയാണ് ഉറങ്ങിയതെങ്കിൽ നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡ് രാത്രി മുഴുവൻ ഭയം വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. രാവിലെ ആ ഭയം തന്നെ നിങ്ങളുടെ യാഥാർത്ഥ്യമായി തിരികെ വരും. എന്നാൽ നിങ്ങൾ വിശ്വാസത്തോടെയും നന്ദിയോടെയുമാണ് ഉറങ്ങുന്നതെങ്കിൽ ആ വിശ്വാസവും സമാധാനവും പ്രപഞ്ചത്തിനുള്ളിൽ ഒരു എനർജറ്റിക് ചെയിൻ റിയാക്ഷൻ ആരംഭിക്കാൻ കാരണമാകും. നിങ്ങളുടെ ആഗ്രഹങ്ങളെ പുറത്തേക്ക് അയക്കാനുള്ള ഒരു കിളിവാതിലാണ്, അഥവാ മാനിഫെസ്റ്റേഷൻ വിൻഡോയാണ് രാത്രി. അവിടെ വെച്ച് കോസ്മിക് എനർജി അതിനെ പിടിച്ചെടുക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നിങ്ങൾ ഏതെങ്കിലും കാര്യത്തോട് ആത്മാർത്ഥമായി നന്ദിയുള്ളവരാകുമ്പോൾ അതിന്റെ കൂടുതൽ രൂപങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരാൻ തുടങ്ങും. ഇന്നത്തെ ദിവസം വളരെ നന്നായിരുന്നു എന്ന് പറയുമ്പോൾ നാളത്തെ ദിവസം അതിലും നന്നായിരിക്കും. എന്തുകൊണ്ട്? കാരണം ഗ്രാറ്റിറ്റ്യൂഡ് എന്നത് ഉയർന്ന ഫ്രീക്വൻസിയുള്ള ഒരു ഇമോഷനാണ്. രാത്രി ആ ഗ്രാറ്റിറ്റ്യൂഡിനെ കൂടുതൽ ആംപ്ലിഫൈ ചെയ്യുന്നു. പല പ്രാചീന സംസ്കാരങ്ങളിലും രാത്രിയെ പ്രാർത്ഥനയുടെ സമയമായാണ് കണക്കാക്കിയിരുന്നത്. കാരണം രാത്രിയിലാണ് ആത്മാവ് ഏറ്റവും റിസപ്റ്റീവായിരിക്കുന്നത്. യോഗികളും സന്യാസിമാരുമെല്ലാം രാത്രിയിലാണ് ധ്യാനിച്ചിരുന്നത്. കാരണം ആ സമയത്ത് എനർജി ഫീൽഡ് ഏറ്റവും ശാന്തമായിരിക്കും. യാതൊരു തടസ്സങ്ങളും ഉണ്ടാകില്ല. പകൽ സമയത്ത് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് അതിലിടപെടും. ഇത് എങ്ങനെ നടക്കും? ഇത് സാധ്യമാണോ? എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ വരും. എന്നാൽ രാത്രിയിൽ ആ ശബ്ദങ്ങൾ പതുക്കെ ഇല്ലാതാകുന്നു. അപ്പോഴാണ് നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡ് നേരിട്ട് പ്രപഞ്ചവുമായി ബന്ധപ്പെടുന്നത്. അവർ രാത്രിയിൽ ധ്യാനിക്കുന്നു, അഫർമേഷൻസ് പറയുന്നു, അല്ലെങ്കിൽ കുറച്ചുനേരം നിശബ്ദമായിരുന്ന് നന്ദി പ്രകടിപ്പിക്കുന്നു. കാരണം അവർക്കറിയാം രാത്രിയിൽ പറയുന്ന വാക്കുകൾ പകൽ പറയുന്ന 1000 കാര്യങ്ങളേക്കാൾ ഫലപ്രദമാണെന്ന്. എപ്പോഴെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഉറങ്ങുന്നതിന് മുമ്പ് വെറും 5 മിനിറ്റ് മൊബൈൽ ഫോൺ മാറ്റിവെച്ചിട്ടിരിക്കുക. കണ്ണുകൾ അടച്ച് ചിന്തിക്കുക, ഞാൻ ഇന്ന് ശാന്തനാണ്, നന്ദിയുള്ളവനാണ്, സുരക്ഷിതനാണ്. പിറ്റേ ദിവസം നിങ്ങൾക്ക് എങ്ങനെ അനുഭവപ്പെടുന്നുവെന്ന് നോക്കുക. കാരണം ലളിതമായ ഈയൊരു വ്യായാമം നിങ്ങളുടെ ഫ്രീക്വൻസി മാറ്റുന്നു. എന്നാൽ നിങ്ങളിത് ചെയ്തില്ലെങ്കിൽ ആ സ്ഥലം മറ്റ് എനർജികൾ വന്ന് നിറയും. ഇല്ലായ്മ, ഭയം, സംശയം, അരക്ഷിതാവസ്ഥ, ഇതായിരിക്കും പിന്നീട് നിങ്ങളുടെ യാഥാർത്ഥ്യമായി മാറുന്നത്. രാത്രി ഒരിക്കലും ശൂന്യമായിരിക്കില്ല. ഒന്നുകിൽ നിങ്ങൾ അതിനെ വിശ്വാസം കൊണ്ട് നിറയ്ക്കണം, അല്ലെങ്കിൽ അത് നിങ്ങളുടെ ഭയം കൊണ്ട് നിറയും. ചിന്തിച്ചു നോക്കൂ, ഇന്ന് രാത്രി നിങ്ങൾ എന്താണ് അയക്കുന്നത്? വിശ്വാസമോ അതോ ഭയമോ? രാത്രി ഉറങ്ങാനുള്ള സമയം മാത്രമല്ല, ഉണർന്നിരിക്കാനുള്ള സമയം കൂടിയാണ്. ഉള്ളിൽ നിന്ന്, ബോധത്തിൽ നിന്ന് ഉണർന്നിരിക്കണം. കാരണം പകൽ നിങ്ങൾ ലോകത്തോട് സംസാരിക്കുന്നു, എന്നാൽ രാത്രിയിൽ പ്രപഞ്ചം നിങ്ങളോട് സംസാരിക്കുന്നു. നിങ്ങളത് കേൾക്കുന്നുണ്ടോ? ഒരുപക്ഷെ ഇല്ലായിരിക്കാം. കാരണം നമ്മുടെ ഭയത്തിന്റെ ശബ്ദങ്ങൾക്കിടയിൽ പ്രപഞ്ചത്തിന്റെ സ്വരം നമുക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഇനി മുതൽ രാത്രി വരുമ്പോൾ അതിനെ വെറുമൊരു സ്ലീപ്പ് മോഡായി മാത്രം കാണരുത്. അതൊരു മാനിഫെസ്റ്റേഷൻ മോഡാണ്. നിങ്ങളുടെ ഉള്ളിലെ ലോകത്തെ റീസെറ്റ് ചെയ്യാൻ കഴിയുന്ന സമയമാണത്. നെറ്റ്ഫ്ലിക്സ് നിങ്ങൾക്ക് പിന്നീടും കാണാം. കുറഞ്ഞത് 2 മിനിറ്റെങ്കിലും മൊബൈൽ ഫോൺ മാറ്റിവെക്കുക. കാരണം നിങ്ങളോട് തന്നെ സംസാരിക്കാതെ നിങ്ങൾ ഉറങ്ങാൻ പോകുന്ന ഓരോ രാത്രികളും നിങ്ങളെത്തന്നെ മറന്ന് ജീവിക്കുന്ന ദിവസങ്ങളിലേക്കാണ് നയിക്കുന്നത്. അതുകൊണ്ട് പ്രപഞ്ചത്തിനും കുറച്ച് സമയം നൽകുക. കാരണം നിങ്ങൾ അതിനെ കേൾക്കുമ്പോൾ അത് നിങ്ങളെയും കേൾക്കുന്നു. പിറ്റേന്ന് രാവിലെ നല്ലതെന്തെങ്കിലും സംഭവിച്ചാൽ അതിനെ യാദൃശ്ചികം എന്ന് വിളിക്കരുത്. ഇത് ഞാൻ ഇന്നലെ രാത്രി ആഗ്രഹിച്ചതാണ് എന്ന് പറയുക. ഈ വീഡിയോയിൽ നിങ്ങൾ കാത്തിരുന്ന ആ യഥാർത്ഥ ഭാഗം ഇതാ വരുന്നു. എങ്ങനെയാണ് നൈറ്റ് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത്? അതായത് പ്രപഞ്ചം നമ്മുടെ വാക്കുകൾ കേൾക്കാനും നാം ആഗ്രഹിക്കുന്നത് തന്നെ തിരികെ നൽകാനും എന്താണ് ചെയ്യേണ്ടത്? ഇതൊരു റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. എന്നാൽ വെറുതെ ആഗ്രഹിച്ചാൽ കിട്ടുന്ന അത്ര ലളിതവുമല്ല. ഇതൊരു കലയാണ്. നിങ്ങളുടെ മനസ്സും വികാരങ്ങളും വിശ്വാസങ്ങളുമെല്ലാം ഒരേ താളത്തിൽ വരേണ്ട വളരെ സെൻസിറ്റീവായ ഒരു പരിശീലനമാണിത്. ഞാനിത് വളരെ ലളിതമായ വാക്കുകളിൽ വിശദീകരിക്കാം. ഇതിന് 3 ഘട്ടങ്ങളുണ്ട്. എന്നാൽ ഓരോ ഘട്ടവും വളരെ ആഴത്തിൽ ചെയ്യേണ്ടതുണ്ട്. അല്ലാത്തപക്ഷം പ്രപഞ്ചത്തിന് ആശയക്കുഴപ്പമുണ്ടാകുകയും
നിങ്ങളുടെ ആഗ്രഹങ്ങൾ ലോഡിംഗിൽ കുടുങ്ങിക്കിടക്കുകയും ചെയ്യും. രാത്രി ഉറങ്ങുന്നതിന് വെറും 5 മിനിറ്റ് മുമ്പ് മൊബൈൽ ഫോൺ മാറ്റിവെക്കുക. ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയാം. കാരണം വാട്സാപ്പിലെ ലാസ്റ്റ് സീൻ നോക്കിയാണ് പലരുടെയും ബന്ധങ്ങൾ പോലും മുന്നോട്ടു പോകുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡുമായി ബന്ധപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം അതിലേക്കുള്ള സിഗ്നലുകൾ ക്ലിയറാക്കുക. ഫോൺ സ്ക്രീനിലെ വെളിച്ചം നിങ്ങളുടെ തലച്ചോറിനെ എപ്പോഴും ആക്റ്റീവ് മോഡിൽ നിലനിർത്തും. എന്നാൽ നിങ്ങൾക്ക് വേണ്ടത് ഒരു റിസപ്റ്റീവ് മോഡാണ്. കാരണം ബഹളങ്ങൾ അവസാനിക്കുകയും നിശബ്ദത സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോഴാണ് മാനിഫെസ്റ്റേഷൻ സംഭവിക്കുന്നത്. അതുകൊണ്ട് ആദ്യം റൂമിലെ ലൈറ്റ് ഓഫാക്കുക, മൊബൈൽ സൈലന്റിലിടുക, ശരീരത്തെ സ്വതന്ത്രമായി വിടുക. കുറച്ച് ദീർഘശ്വാസങ്ങൾ എടുക്കുക. നിങ്ങളുടെ മനസ്സ് ശാന്തമാകുന്നത് അനുഭവിക്കുക. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ കാണാൻ തയ്യാറാണ്. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം വരുന്നത്. ആളുകൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു തെറ്റുണ്ട്: ഒരേ സമയം 10 കാര്യങ്ങൾ ആഗ്രഹിക്കുക എന്നത്. എനിക്ക് പണം വേണം, വണ്ടി വേണം, സ്നേഹം വേണം, ആരോഗ്യം വേണം. പാവം പ്രപഞ്ചം ആകെ കൺഫ്യൂസ്ഡ് ആകും. സത്യത്തിൽ നിനക്ക് എന്താണ് വേണ്ടത്? മാനിഫെസ്റ്റേഷൻ എപ്പോഴും ക്ലാരിറ്റി അഥവാ വ്യക്തത ആവശ്യപ്പെടുന്നുണ്ട്. ഒരേ സമയം ഒരൊറ്റ ആഗ്രഹം മാത്രം. ഈ നിമിഷത്തിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്ന് ചിന്തിക്കുക. പ്രൊമോഷനാണോ, റിലേഷൻഷിപ്പാണോ, അതോ സമാധാനമാണോ എന്ന് ഒരെണ്ണം മാത്രം തിരഞ്ഞെടുക്കുക. അത് നിങ്ങളുടെ മനസ്സിൽ വളരെ വ്യക്തമായി കാണുക. ഇവിടെ ചെറിയൊരു ട്വിസ്റ്റുണ്ട്. അതിനെ വേണം എന്ന് പറയരുത്. കാരണം വേണം എന്ന വാക്കിന്റെ വൈബ്രേഷൻ ഇല്ലാത്ത ഒന്നിനെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ വൈബ്രേഷൻ എന്താണോ അതാണ് പ്രപഞ്ചം നൽകുന്നത്. നിങ്ങൾക്കത് വേണം എന്ന് പറയുമ്പോൾ അത് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലില്ല എന്നാണ് പ്രപഞ്ചം മനസ്സിലാക്കുന്നത്. അത് ആ യാഥാർത്ഥ്യത്തെ അതുപോലെ തന്നെ നിലനിർത്തുന്നു. അതുകൊണ്ട് വാചകങ്ങൾ മാറ്റുക. എനിക്ക് പണം വേണം എന്നല്ല, ഞാൻ സമൃദ്ധനാണ്. എനിക്ക് സ്നേഹം വേണം എന്നല്ല, ഞാൻ സ്നേഹത്തിലാണ്. എനിക്ക് സമാധാനം വേണം എന്നല്ല, ഞാൻ ശാന്തനാണ്. കണ്ടോ, ഒരൊറ്റ വാക്കിന്റെ വ്യത്യാസം മതി ആ ഫ്രീക്വൻസി പൂർണ്ണമായും മാറാൻ. പ്രപഞ്ചത്തിന് ഗ്രാമറിനേക്കാൾ കൂടുതൽ മനസ്സിലാകുന്നത് വൈബ്രേഷനുകളാണ്. അതുകൊണ്ട് നിങ്ങളുടെ വികാരങ്ങൾ ശരിയായ രീതിയിലായിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനിയാണ് ഇതിലെ ഏറ്റവും മനോഹരമായ ഭാഗമായ വിഷ്വലൈസേഷൻ. കണ്ണുകളടച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ കാര്യം ഇതിനകം തന്നെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെന്ന ചിത്രം മനസ്സിൽ കാണുക. പ്രൊമോഷനാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ആ പുതിയ പൊസിഷനിൽ നിങ്ങളെ തന്നെ സങ്കൽപ്പിക്കുക. നിങ്ങൾ ആ കസേരയിൽ ഇരിക്കുന്നത് അനുഭവിക്കുക. ആളുകൾ നിങ്ങളെ ബഹുമാനിക്കുന്നു. വളരെ കോൺഫിഡന്റായി നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നു. പുതിയൊരു വണ്ടിയാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങൾ അതിന്റെ സ്റ്റിയറിംഗ് പിടിച്ച് ഡ്രൈവ് ചെയ്യുന്നതായി വിഷ്വലൈസ് ചെയ്യുക. ആ ലെതർ സീറ്റിന്റെ മണം, വീശുന്ന കാറ്റ്, യാത്രയുടെ സ്മൂത്ത്നെസ്, ഇതെല്ലാം നിങ്ങൾ അനുഭവിച്ചറിയുക. വിഷ്വലൈസേഷൻ വെറുതെ കാണാനുള്ള ഒരു കളിയല്ല, മറിച്ച് അത് അനുഭവിക്കാനുള്ളതാണ്. കാരണം പ്രപഞ്ചം നിങ്ങളുടെ ചിത്രങ്ങളെ കേൾക്കുന്നില്ല, അത് നിങ്ങളുടെ ഇമോഷനാണ് കേൾക്കുന്നത്. അതുകൊണ്ട് എത്ര ആഴത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നുവോ അത്രയും വേഗത്തിൽ യാഥാർത്ഥ്യം നിങ്ങളിലേക്ക് അടുക്കും. അതെ, നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് ഇത്രത്തോളം പവറുണ്ട്. നിങ്ങൾ സ്വപ്നം കാണുകയാണോ അതോ യാഥാർത്ഥ്യത്തിലാണോ എന്ന് തിരിച്ചറിയാൻ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് കഴിയില്ല. അതാണ് ഇതിലെ ട്രിക്ക്. വിഷ്വലൈസേഷൻ പൂർത്തിയായാൽ അവസാനമായി ഒരു കാര്യം കൂടി ചെയ്യുക. പതുക്കെ അഫർമേഷൻസ് പറയുക. പ്രപഞ്ചമേ, ഞാൻ തയ്യാറാണ്. എനിക്കുള്ളത് എന്നിലേക്ക് കൊണ്ടുവരൂ. അല്ലെങ്കിൽ ഞാൻ പ്രപഞ്ചത്തിന്റെ ഒഴുക്കിനൊപ്പമാണ്, ഞാൻ ആഗ്രഹിക്കുന്നത് ഇതിനകം തന്നെ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഇനി അത് വിട്ടുകളയുക. എപ്പോൾ നടക്കും, എങ്ങനെ നടക്കുമെന്ന് വെറുതെ ഓവർ തിങ്ക് ചെയ്യരുത്. കാരണം എങ്ങനെ നടക്കും എന്ന് ചിന്തിച്ചു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ സംശയത്തിന്റെ ഫ്രീക്വൻസിയിലേക്ക് മാറുകയാണ്. സംശയമെന്നത് മാനിഫെസ്റ്റേഷന്റെ ഏറ്റവും വലിയ ശത്രുവാണ്. നിങ്ങളുടെ ജോലി വിഷ്വലൈസ് ചെയ്യുക, വിശ്വസിക്കുക, എന്നിട്ടത് പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക എന്നതാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ പ്രപഞ്ചം നോക്കിക്കൊള്ളും. കേൾക്കുക, ഇന്ന് ചെയ്താൽ നാളെ റിസൾട്ട് കിട്ടാൻ ഇതൊരു മാജിക് ഫോർമുലയൊന്നുമല്ല. പ്രപഞ്ചം നിങ്ങളെ പരീക്ഷിക്കും. നിങ്ങൾ ശരിക്കും തയ്യാറാണോ? നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ടോ? അതുകൊണ്ട് സ്ഥിരത വളരെ അത്യാവശ്യമാണ്. എല്ലാ രാത്രിയിലും കുറച്ച് മിനിറ്റുകൾ ഈ റുട്ടീൻ ചെയ്യുക. നിങ്ങളുടെ ഫ്രീക്വൻസി തിരിച്ചറിയാൻ പ്രപഞ്ചത്തെ അനുവദിക്കുക. ഒരു രാത്രി കൊണ്ട് ലംബോർഗിനി കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. പ്രപഞ്ചം തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഡെലിവർ ചെയ്യും. പക്ഷേ അതൊരു ആമസോൺ പ്രൈം അല്ല. ഇതൊരു എക്സ്പ്രസ് ഷിപ്പിംഗ് അല്ല, എനർജറ്റിക് ഷിപ്പിംഗ് ആണ്. എന്നാൽ ഒരു തവണ അലൈൻമെന്റ് കൃത്യമായി വന്നാൽ എല്ലാം ഒരു ഡോമിനോ ഇഫക്റ്റ് പോലെ സംഭവിക്കാൻ തുടങ്ങും. ചെറിയ ചെറിയ സൂചനകൾ കണ്ടു തുടങ്ങും. ചില യാദൃച്ഛികതകൾ, പെട്ടെന്നുള്ള അവസരങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളെ പെട്ടെന്ന് സഹായിക്കാൻ വരുന്ന ഒരു വ്യക്തി. ഇതെല്ലാമാണ് പ്രപഞ്ചത്തിന്റെ സൂചനകൾ. അവയെ ശ്രദ്ധിക്കുക, വിശ്വസിക്കുക എന്നത് മാത്രമാണ് നിങ്ങളുടെ ജോലി. ഇനി ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു രഹസ്യം പറഞ്ഞുതരാം. യഥാർത്ഥത്തിൽ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആളുകൾ രാത്രിയിൽ ഒരു കാര്യം കൂടി എക്സ്ട്രാ ചെയ്യാറുണ്ട്.
ഉറങ്ങുന്നതിന് മുമ്പ് വെറും 10 സെക്കൻഡ് നിങ്ങളുടെ നെഞ്ചിൽ കൈവച്ച് പതുക്കെ പറയുക, ഇതിനകം തന്നെ പൂർത്തീകരിക്കപ്പെട്ട എന്റെ ആഗ്രഹത്തിന് ഞാൻ നന്ദി പറയുന്നു. ഈ വാക്കുകൾ വെറും വാക്കുകളല്ല, പ്രപഞ്ചത്തിനുള്ള ഒരു സിഗ്നലാണിത്. മിഷൻ പൂർത്തിയായി എന്ന് ആ വൈബ്രേഷനിലൂടെ നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡ് വിശ്വസിക്കാൻ തുടങ്ങുന്നു. ആ വിശ്വാസമാണ് പിന്നീട് യാഥാർത്ഥ്യമായി മാറുന്നത്. നോക്കൂ, മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു മാജിക് അല്ല. ഇത് നിയന്ത്രിക്കലല്ല, സ്വയം സമർപ്പിക്കലാണ്. അതായത് നിങ്ങളുടെ ഈഗോ അതിൽ ഇടപെടാത്ത രീതിയിൽ അത്രയും ശുദ്ധമായ വികാരത്തോടെ നിങ്ങളുടെ ആഗ്രഹങ്ങളെ അയയ്ക്കുക. രാത്രിയിലെ ഈ പരിശീലനം നിങ്ങളെ 2 കാര്യങ്ങൾ പഠിപ്പിക്കും: വിശ്വസിക്കുക, വിട്ടുകൊടുക്കുക. പ്രപഞ്ചം കേൾക്കുന്നുണ്ടെന്ന വിശ്വാസവും അത് എങ്ങനെ സംഭവിക്കും എന്ന ചിന്തകൾ വിട്ടുകളയുന്നതും. എങ്ങനെയെന്നത് പ്രപഞ്ചത്തിന്റെ ജോലിയാണ്. നിങ്ങൾക്കെന്താണ് വേണ്ടത് എന്ന് തീരുമാനിക്കുക എന്നത് മാത്രമാണ് നിങ്ങളുടെ ജോലി. അതുകൊണ്ട് ഇന്ന് രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ, നിങ്ങളും നിങ്ങളുടെ മനസ്സും മാത്രം അവശേഷിക്കുമ്പോൾ, ഈ ലളിതമായ 3 ഘട്ടങ്ങളിലൂടെ തുടങ്ങുക. മൊബൈൽ ഫോൺ മാറ്റിവെക്കുക, ഒരു ആഗ്രഹം തെരഞ്ഞെടുക്കുക, അത് അനുഭവിക്കുക, അഫർമേഷൻസ് പറയുക, എന്നിട്ട് ഉറങ്ങാൻ പോവുക. എന്നിട്ട് നോക്കുക, ചിലപ്പോൾ രാവിലെ ഒരു ഫോൺ കോൾ അല്ലെങ്കിൽ ഏതെങ്കിലും യാദൃശ്ചികതകൾ, പുതിയൊരു വഴി. അങ്ങനെ പ്രപഞ്ചം നിങ്ങൾക്ക് മറുപടി നൽകാൻ തുടങ്ങും. കാരണം നിങ്ങൾ ശരിയായ വൈബ്രേഷൻ അയക്കുമ്പോൾ മുഴുവൻ സൃഷ്ടിയും നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കാൻ തുടങ്ങും. ഇനി നമുക്ക് ഭയത്തെക്കുറിച്ച് സംസാരിക്കാം. കാരണം സത്യം പറഞ്ഞാൽ ഭയമാണ് മാനിഫെസ്റ്റേഷനെ ഇല്ലാതാക്കുന്ന ഏറ്റവും വലിയ വില്ലൻ. പലരും എന്നോട് പറയാറുണ്ട്, ഞാൻ ദിവസവും അഫർമേഷൻസ് ചെയ്യുന്നുണ്ട്, പോസിറ്റീവായി ചിന്തിക്കുന്നുണ്ട്, എന്നിട്ടും കാര്യങ്ങളൊന്നും ഞാൻ വിചാരിക്കുന്നത് പോലെ നടക്കുന്നില്ല എന്ന്. അപ്പോൾ ഞാൻ അവരോട് ഒരൊറ്റ ചോദ്യമേ ചോദിക്കാറുള്ളൂ: നിങ്ങൾ അഫർമേഷൻസ് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്താണ് അനുഭവപ്പെടുന്നത്? മിക്ക ആളുകളും അവിടെ മിണ്ടാതിരിക്കും. കാരണം പുറമേ ഞാൻ വിജയകരമായി മുന്നേറുന്നു എന്ന് പറയുമ്പോഴും എവിടെയെങ്കിലും പരാജയപ്പെടുമോ എന്നൊരു ശബ്ദമായിരിക്കും ഉള്ളിൽ നിന്നും വരുന്നത്. ഈ ഭയം, ഈ സംശയം, അതാണ് പ്രപഞ്ചത്തിന് മിക്സഡ് സിഗ്നലുകൾ നൽകുന്ന ഫ്രീക്വൻസി. പ്രപഞ്ചത്തിന് അപ്പോൾ കൺഫ്യൂഷനാകും. യഥാർത്ഥത്തിൽ ഇയാൾക്ക് എന്താണ് വേണ്ടത്? വിശ്വാസമോ അതോ ഭയമോ? ഭയം, സംശയം, ദേഷ്യം, ഇവ 3മാണ് നിങ്ങളുടെ വൈബ്രേഷനെ നേരിട്ട് തടസ്സപ്പെടുത്തുന്ന എനർജികൾ. റേഡിയോ സിഗ്നലിൽ നോയ്സ് വരുന്നതുപോലെ പ്രപഞ്ചവും നിങ്ങളുടെ വികാരങ്ങളുടെ സിഗ്നലിനെ അത്തരത്തിലാണ് പിടിച്ചെടുക്കുന്നത്. അതിനിടയിൽ ഭയത്തിന്റെ ശല്യമുണ്ടെങ്കിൽ അതിന് വ്യക്തമായ ശബ്ദം കേൾക്കാൻ കഴിയില്ല. ഇനിയൊന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങൾ റേഡിയോയിൽ പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ അതിനിടയിൽ ഇടവിട്ട് നോയ്സ് വന്നാൽ അത് ആസ്വദിക്കാൻ കഴിയുമോ? ഇല്ലല്ലോ. നിങ്ങൾ ഭയത്തിലും സംശയത്തിലും ജീവിക്കുമ്പോൾ പ്രപഞ്ചത്തിനും ഇതേ അവസ്ഥയാണ് ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് ഭയം ഇത്രത്തോളം ശക്തമാകുന്നത് എന്ന് മനസ്സിലാക്കാം. ഭയത്തിന്റെ വൈബ്രേഷൻ വളരെ കനത്തതാണ്. നിങ്ങളുടെ ഉള്ളിൽ ഭയം ജനിക്കുമ്പോഴെല്ലാം നിങ്ങളുടെ ശരീരം ചുരുങ്ങുന്നു, ശ്വാസോച്ഛ്വാസം വേഗത്തിലാകുന്നു, നിങ്ങളുടെ എനർജി ഫീൽഡ് ചുരുങ്ങിപ്പോകുന്നു. അതായത് നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ ചുരുങ്ങിപ്പോകുന്നു. ആ അവസ്ഥയിൽ നിങ്ങൾക്ക് ഒന്നിനെയും ആകർഷിക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾ ഓപ്പണായിരിക്കുമ്പോഴും റിസപ്റ്റീവായിരിക്കുമ്പോഴും മാത്രമേ പ്രപഞ്ചത്തിന് എന്തെങ്കിലും നൽകാൻ കഴിയൂ. ഭയം എന്നത് വിശ്വാസത്തിന്റെ വിപരീതമാണ്. വിശ്വാസമുള്ളിടത്ത് ഭയത്തിന് നിൽക്കാൻ കഴിയില്ല. ഭയമുള്ളിടത്ത് പ്രപഞ്ചത്തിന്റെ ഒഴുക്ക് നിലയ്ക്കുകയും ചെയ്യും. ചെറിയൊരു ഉദാഹരണം നോക്കാം. എന്റെ ജോലി പോകാതിരുന്നാൽ മതിയായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. ഇനിയൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ, ഇതിൽ ഏത് വാക്കിനാണ് വൈബ്രേഷനുള്ളത്? പോകാതിരുന്നാൽ. അതായത് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പോകുന്നതിലാണ്. പ്രപഞ്ചത്തിന് ഇല്ല എന്ന വാക്ക് കേൾക്കാൻ കഴിയില്ല. അത് പോകുന്നതിലെ ആ വൈബ്രേഷൻ പിടിച്ചെടുക്കുന്നു. പിന്നീട് അത് തന്നെ അട്രാക്ട് ചെയ്യാൻ തുടങ്ങും. ഞാനിന്ന് കേക്ക് കഴിക്കില്ല എന്ന് തീരുമാനിച്ചാൽ ദിവസം മുഴുവൻ ആ കേക്ക് നിങ്ങളുടെ മനസ്സിൽ ചുറ്റിക്കറങ്ങുന്നതുപോലെ. കാരണം നിങ്ങളുടെ ശ്രദ്ധ എവിടേക്കാണോ പോകുന്നത് അവിടേക്ക് തന്നെ എനർജിയും എത്തും. അതുകൊണ്ട് നിങ്ങൾ ഭയത്തിന്റെ എനർജി അയച്ചാൽ തിരികെ വരുന്നതും ഭയം തന്നെയായിരിക്കും. ഒന്ന് ആലോചിച്ചു നോക്കൂ, എത്രയോ തവണ നിങ്ങൾ ഒരു കാര്യത്തിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇത് നടക്കാതിരിക്കുമോ, അതെനിക്ക് നഷ്ടപ്പെടുമോ എന്ന ഭയം എപ്പോഴും ഉള്ളിലുണ്ടായിരിക്കും. അവസാനം നിങ്ങൾ എന്തിനെയാണോ ഭയപ്പെട്ടത് അത് തന്നെ സംഭവിച്ചു. കാരണം ഭയം ഒരു കാന്തം പോലെയാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ എന്തിൽ നിന്നാണോ ഓടിയൊളിക്കാൻ ശ്രമിക്കുന്നത് അതേ അനുഭവത്തെ അത് നിങ്ങളിലേക്ക് വലിച്ചടുപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഭയത്തെ അവഗണിക്കരുത്, അതിനെ തിരിച്ചറിയണം എന്ന് പറയുന്നത്. ഭയത്തെ നിങ്ങൾ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ അത് കൂടുതൽ കരുത്തോടെ തിരികെ വരും. ഇനി ഭയത്തെ എങ്ങനെ ഇല്ലാതാക്കാം എന്ന ചോദ്യം വരുന്നു. അതിനുള്ള ആദ്യപടി അതിനെ നിരീക്ഷിക്കുക എന്നതാണ്. രാത്രി നിങ്ങൾ കിടക്കുമ്പോൾ എന്തെങ്കിലും ഭയം നിങ്ങളുടെ ഉള്ളിൽ വരുന്നുവെന്ന് കരുതുക. നാളെ എന്തു സംഭവിക്കും? ഞാൻ ഒറ്റപ്പെട്ടുപോയാൽ? കയ്യിലെ പണം തീർന്നുപോയാൽ? ഈ ഭയത്തോട് നിങ്ങൾ യുദ്ധം ചെയ്യാൻ പോകരുത്. അതിനെ വെറുതെ നോക്കിക്കാണുക. അതിനെ തിരിച്ചറിയുക. ഈ ഭയം എന്റേതല്ല എന്ന് നിങ്ങളോട് തന്നെ പറയുക. ഇത് അവസാനിക്കാൻ പോകുന്ന ഒരു പഴയ പാറ്റേൺ മാത്രമാണ്. വിശ്വസിക്കൂ, നിങ്ങൾ ഈ വാക്കുകൾ പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ശരീരത്തിന് ചെറിയൊരു ആശ്വാസം ലഭിക്കും. കാരണം നിങ്ങൾ ഭയത്തോട് യുദ്ധം ചെയ്യുകയല്ല, അതിനെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ഭയം വളരെ തന്ത്രശാലിയാണ്.
കരുതലായും ചിന്തകളായും അത് വേഷം മാറി വരും. എന്നാൽ ഉള്ളിൽ നിന്ന് അത് നിങ്ങളെ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വളരെ പ്രാക്ടിക്കലായാണ് ചിന്തിക്കുന്നത് എന്ന് നിങ്ങൾ കരുതും. എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ ഒരു ഭീരുവാകുകയാണ് ചെയ്തത്. ഞാനൊരു കുറ്റപ്പെടുത്തലായി പറയുകയല്ല, സത്യം പറയുകയാണ്. ജീവിതത്തിലെ എല്ലാ തീരുമാനങ്ങളും ഭയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റേഷനിലല്ല, ഡിഫൻസിലാണ് ജീവിക്കുന്നത്. ഡിഫൻസിൽ നിൽക്കുമ്പോൾ ജീവിതം ഒരിക്കലും എക്സ്പാൻഡ് ആവില്ല. ഇവിടെ ചെറിയൊരു ടെക്നിക്കുണ്ട്. രാത്രിയിൽ ഭയം തോന്നുമ്പോൾ നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഭയത്തിന്റെ ചിന്തകൾ വരുമ്പോഴെല്ലാം പതുക്കെ പറയുക, ഞാൻ സുരക്ഷിതനാണ്, പ്രപഞ്ചം എനിക്ക് തുണയുണ്ട്. ഇത് 3 തവണ ആവർത്തിക്കുക. ഞാൻ സുരക്ഷിതനാണ്, പ്രപഞ്ചം എനിക്ക് തുണയുണ്ട്. ശേഷം ദീർഘമായി ശ്വാസമെടുത്ത് പുറത്തുവിടുക. നിങ്ങൾക്കൊരു എനർജി ഷിഫ്റ്റ് അനുഭവപ്പെടുന്നത് കാണാം. നിങ്ങളുടെ ശരീരം എക്സ്പാൻഡ് ആകും. മനസ്സിലൊരു വാംത് അനുഭവപ്പെടും. ഈ നിമിഷമാണ് ഭയം അതിന്റെ പിടിവിടുന്നത്. നിങ്ങളുടെ ശക്തി നിങ്ങൾ മറന്നുപോയതുകൊണ്ടും ചിലപ്പോൾ ഭയമുണ്ടാകാം. പ്രപഞ്ചം പുറത്താണ് ഉള്ളതെന്നും നിങ്ങൾ വളരെ ചെറിയവരാണെന്നും നിങ്ങൾ വിശ്വസിക്കുന്നു. എന്നാൽ സത്യം നേരെ മറിച്ചാണ്. പ്രപഞ്ചം നിങ്ങളുടെ ഉള്ളിലാണുള്ളത്. ഭയപ്പെടുന്നവർ അത് പുറത്തന്വേഷിക്കുന്നു. ഉണർന്നിരിക്കുന്നവർ അത് ഉള്ളിൽ തന്നെ കണ്ടെത്തുന്നു. അതുകൊണ്ട് അടുത്ത തവണ ഭയം തോന്നുമ്പോൾ പുറത്തുള്ള എന്തിനെയെങ്കിലും കുറ്റപ്പെടുത്താൻ നിൽക്കരുത്. പൊട്ടിച്ചെറിയേണ്ട ഏത് വിശ്വാസമാണ് നിങ്ങളുടെ ഉള്ളിൽ ഉള്ളതെന്ന് നോക്കുക. ചിലപ്പോൾ ഭയം നിങ്ങളുടെ ശത്രുവായിരിക്കില്ല, അതൊരു കണ്ണാടിയായിരിക്കും. നിങ്ങളുടെ ഉള്ളിൽ എവിടെയാണ് ഹീലിംഗ് ആവശ്യമുള്ളതെന്ന് അത് കാണിച്ചു തരുന്നു. ഭയം ഒരു അധ്യാപകനാണ്. എവിടെയാണ് നിങ്ങളുടെ വിശ്വാസത്തിന് കുറവുള്ളതെന്ന് അത് പറയുന്നു. അതുകൊണ്ട് ഭയം തോന്നുമ്പോൾ അതിനെ നിരാകരിക്കരുത്. വെറുതെ നന്ദി പറയുക. ഞാനിനി എവിടെയാണ് കൂടുതൽ വിശ്വസിക്കേണ്ടതെന്ന് നീ എനിക്ക് കാണിച്ചു തന്നല്ലോ എന്ന് ഓർക്കുക. ഭയം അവസാനിക്കുന്നിടത്താണ് മാനിഫെസ്റ്റേഷൻ തുടങ്ങുന്നത്. കാരണം ഭയം ഒരു ചുരുങ്ങലാണ്, സ്നേഹം എന്നത് ഒരു വികസിക്കലും. മാനിഫെസ്റ്റേഷൻ പ്രവർത്തിക്കുന്നത് സ്നേഹത്തിന്റെ എനർജിയിലാണ്. വിശ്വാസത്തിന്റെയും ഗ്രാറ്റിറ്റ്യൂഡിന്റെയും ഓപ്പൺനെസ്സിന്റെയും ഫ്രീക്വൻസിയാണത്. ഭയം ഒഴിവാക്കുന്ന നിമിഷം മുതൽ നിങ്ങളുടെ ഉള്ളിലെ എനർജി വീണ്ടും ഒഴുകാൻ തുടങ്ങും. അപ്പോഴാണ് നിങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നിയിരുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് തനിയെ നടന്നെത്താൻ തുടങ്ങുന്നത്. ഇനി ആരെങ്കിലും ചോദിച്ചേക്കാം, ഭയം ഒഴിവാക്കിയാൽ എന്തെങ്കിലും തെറ്റ് പറ്റിയാലോ എന്ന്. ഭയം ഒഴിവാക്കുന്നതുകൊണ്ട് തെറ്റുകളൊന്നും സംഭവിക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഭയത്തിൽ ജീവിക്കുമ്പോഴാണ് തെറ്റുകൾ സംഭവിക്കുന്നത്. കാരണം ഭയത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ വളരെ ചെറിയവരായി മാറുന്നു. നിങ്ങൾ ചെറിയവരായി മാറുമ്പോൾ പ്രപഞ്ചത്തിന് നിങ്ങൾക്കുവേണ്ടി ഒരു സ്ഥലം കണ്ടെത്തേണ്ടി വരുന്നു. എന്നാൽ തുറന്ന മനസ്സോടെ ഞാൻ തയ്യാറാണ്, പ്രപഞ്ചം എന്റെ കൂടെയുണ്ട് എന്ന് നിങ്ങൾ പറയുമ്പോൾ ആ എനർജി തന്നെ മാറുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഭയം തോന്നുകയാണെങ്കിൽ ഓടിയൊളിക്കാൻ നിൽക്കരുത്. കണ്ണുകളടച്ച് ശ്വാസമെടുത്ത് നിങ്ങളോട് തന്നെ പറയുക, ഈ ഭയം എന്റേതല്ല, അവസാനിക്കാൻ പോകുന്ന ഒരു പഴയ പാറ്റേൺ മാത്രമാണിത്. ആ നിമിഷം നിങ്ങളുടെ മാനിഫെസ്റ്റേഷനിലേക്ക് ഒരു ചുവടല്ല, മറിച്ച് പല ചുവടുകൾ നിങ്ങൾ അടുക്കും. കാരണം ഭയമില്ലാതാകുമ്പോഴാണ് ആത്മാവ് സ്വതന്ത്രമാകുന്നത്. ആത്മാവ് സ്വതന്ത്രമാകുമ്പോൾ പ്രപഞ്ചം നിങ്ങൾക്ക് മുന്നിൽ വണങ്ങുന്നു. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം കേൾക്കാൻ മാത്രമുള്ളതല്ല, അത് അനുഭവിച്ചറിയേണ്ട ഒന്നാണ്. കാരണം നിങ്ങൾ വെറുതെ പറയുമ്പോൾ മാനിഫെസ്റ്റേഷൻ സംഭവിക്കുന്നില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഇതിനകം തന്നെ നിങ്ങളുടേതാണെന്ന് നിങ്ങൾ അനുഭവിച്ചറിയുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി കുറച്ച് വ്യത്യസ്തമായി കാര്യങ്ങൾ ചെയ്യുക. വെറുതെ ഈ വീഡിയോ കണ്ട് ഉറങ്ങാൻ പോകരുത്. കുറച്ചുനേരം നിൽക്കുക, നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുക. കാരണം വരുന്ന കുറച്ച് മിനിറ്റുകൾ നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡിന്റെ വാതിലുകൾ തുറന്നേക്കാം. ആദ്യം നിങ്ങളുടെ മുറിയിലെ ലൈറ്റുകൾ ഓഫ് ചെയ്യുക. ശബ്ദങ്ങളെല്ലാം കുറയ്ക്കുക. ഫോൺ സൈലന്റിലിട്ട് നിങ്ങളുടെ ശ്വാസത്തിന്റെ ശബ്ദം മാത്രം കേൾക്കുക. പതുക്കെ ദീർഘമായി ശ്വാസമെടുക്കുക. ശേഷം പതുക്കെ പുറത്തുവിടുക. വീണ്ടും ശ്വാസമെടുത്ത് പുറത്തുവിടുക. ഓരോ ശ്വാസത്തിലും നിങ്ങളുടെ ശരീരം ഭാരം കുറയുന്നത് അനുഭവിക്കുക. നിങ്ങളുടെ മനസ്സ് ശാന്തമാകുന്നു. എല്ലാ ചിന്തകളും ഭയങ്ങളും പതിയെ അലിഞ്ഞില്ലാതാകുന്നു. ഇനി കണ്ണുകൾ അടയ്ക്കുക. ആരെയും ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കേണ്ടതില്ല. ഒന്നും പറയേണ്ട ആവശ്യവുമില്ല. നിങ്ങളുടെ ഹൃദയമിടിപ്പ് മാത്രം അനുഭവിക്കുക. കാരണം ഈ നിമിഷത്തിൽ നിങ്ങളും പ്രപഞ്ചവും ഒരേ ഫ്രീക്വൻസിയിലാണ്. ഇനി പതുക്കെ നിങ്ങളുടെ മനസ്സിൽ ഈ വാക്കുകൾ പറയുക. അധികം ഉറക്കെയല്ലാതെ, അധികം പതുക്കെയുമല്ലാതെ നിങ്ങളുടെ ഉള്ളിലെ ശബ്ദത്തിൽ പറയുക. എന്റെ എല്ലാ വികാരങ്ങളും പ്രപഞ്ചം കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. കുറച്ചുനേരം നിൽക്കുക. ഈ വാചകം അനുഭവിക്കുക. നിങ്ങൾ ചിന്തിക്കുന്നതും അനുഭവിക്കുന്നതുമെല്ലാം പ്രപഞ്ചം പിടിച്ചെടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഭയമല്ല, വിശ്വാസമാണ് അയക്കേണ്ടത്. ഇപ്പോൾ പറയുക, ഞാൻ ഭയത്തെ ഉപേക്ഷിക്കുകയാണ്. ഈ നിമിഷത്തിൽ നിങ്ങളുടെ എല്ലാ ഭയങ്ങളെയും ഒരു കറുത്ത മേഘം പോലെ സങ്കൽപ്പിക്കുക. അത് പതുക്കെ ഉയർന്നുപോയി കാറ്റിൽ അലിഞ്ഞില്ലാതാകുന്നു. നിങ്ങൾ പുറത്തുവിടുന്ന ഓരോ ശ്വാസത്തിലും ആ ഭയം പുറത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ ഭാരം കുറയുന്നത് അനുഭവിക്കുക. നിങ്ങളുടെ ശരീരം സ്വതന്ത്രമാകുന്നു.
നിങ്ങളുടെ എനർജി എക്സ്പാൻഡ് ആകുന്നു. അടുത്ത അഫർമേഷൻസ്: എന്റെ സ്വപ്നങ്ങളെ നേടാൻ ഞാൻ തയ്യാറാണ്. ഈ വാക്കുകൾ പറയുമ്പോൾ തന്നെ ആ സ്വപ്നത്തിന്റെ ചിത്രം മനസ്സിൽ കാണുക. നിങ്ങളുടെ ഹൃദയത്തോട് ഏറ്റവും ചേർന്നു നിൽക്കുന്ന ആ സ്വപ്നം. അത് ഒരുപക്ഷെ എന്തെങ്കിലും വിജയമാകാം, പുതിയ ബന്ധങ്ങളാകാം, അല്ലെങ്കിൽ ശാന്തമായൊരു ജീവിതമാകാം. ആ സ്വപ്നം നിങ്ങൾക്ക് ചുറ്റുമുണ്ടെന്ന് അനുഭവിക്കുക. നിങ്ങൾ ഇതിനകം തന്നെ അതിൽ ജീവിക്കുകയാണ്. ഓരോ അനുഭവവും ഓരോ വൈബ്രേഷനും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയുള്ള അഫർമേഷൻസ്: എനിക്കുള്ളത് ഇതിനകം തന്നെ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. കേൾക്കുമ്പോൾ ചെറിയ വാചകമാണെങ്കിലും ഇതിന്റെ എനർജി വളരെ ആഴത്തിലുള്ളതാണ്. കാരണം ഇതിലൂടെ നിങ്ങൾ ആഗ്രഹിക്കാനല്ല, നിർബന്ധം പിടിക്കാതിരിക്കാനാണ് പഠിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തിലാണ്. നിങ്ങളുടേത് എന്ത് വില കൊടുത്തും നിങ്ങളെ വിട്ടുപോകില്ല എന്ന് നിങ്ങൾക്കിപ്പോൾ അറിയാം. അത് വഴിയിലാണ്, വരാനുള്ള തയ്യാറെടുപ്പിലാണ്. ചിലപ്പോൾ നമുക്ക് വഴികൾ കാണാൻ കഴിയില്ല. കാരണം പ്രപഞ്ചം ഷോർട്ട്കട്ടുകളിലല്ല, പെർഫെക്റ്റ് ടൈമിംഗിലാണ് വിശ്വസിക്കുന്നത്. ഇപ്പോൾ പറയുക, ഞാൻ നന്ദിയുള്ളവനാണ്. ഇത്രമാത്രം പറഞ്ഞാൽ മതി. കാരണം അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ഫ്രീക്വൻസിയാണ് ഗ്രാറ്റിറ്റ്യൂഡ്. നന്ദി പറയാൻ എത്രത്തോളം കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കുണ്ടെന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ശ്വാസം, നിങ്ങളുടെ ശരീരം, പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ പരിശ്രമങ്ങൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ. ഓരോ നന്ദിയും പ്രപഞ്ചത്തിന് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ നൽകാനുള്ള പുതിയ കാരണങ്ങൾ നൽകുന്നു. ഇനി പതുക്കെ പറയുക, ഞാൻ ശാന്തനാണ്, ഞാൻ പൂർണ്ണനാണ്. നിങ്ങളുടെ ഉള്ളിൽ ആഴത്തിലുള്ള ഒരു സമാധാനം വരുന്നത് അനുഭവിക്കുക. ഏതെങ്കിലും റിസൾട്ടിനെ ആശ്രയിച്ചുള്ള സമാധാനമല്ല അത്. ഏതെങ്കിലും വസ്തുക്കളിൽ നിന്നല്ല, നിങ്ങളുടെ അസ്തിത്വത്തിൽ നിന്ന് തന്നെ വരുന്ന പൂർണ്ണതയാണത്. കാരണം നിങ്ങൾ ഉള്ളിൽ നിന്ന് പൂർണ്ണരാകുമ്പോൾ പുറത്തെ ലോകം തനിയെ നിങ്ങൾക്ക് ചുറ്റും വന്നു ചേരും. ഉള്ളിൽ സമാധാനമുള്ളവരെയാണ് പ്രപഞ്ചം സഹായിക്കുന്നത്. ഇനി കുറച്ചുനേരം മിണ്ടാതിരിക്കുക. ഒന്നും പറയരുത്. വെറുതെ അനുഭവിക്കുക. നിങ്ങളുടെ ഹൃദയത്തിന്റെ ഭാരം കുറഞ്ഞതനുഭവിക്കുക. മനസ്സിൽ ഒരു ഭയവുമില്ല, തിരക്കുകളില്ല. എല്ലാം ശരിയായ ദിശയിലാണ് പോകുന്നതെന്ന വിശ്വാസം മാത്രം. കാരണം പ്രപഞ്ചം ഇപ്പോൾ അതിനുള്ള പണി തുടങ്ങിക്കഴിഞ്ഞു. എപ്പോൾ എങ്ങനെയെന്നത് ചിലപ്പോൾ നിങ്ങൾ പോലും അറിയില്ല. ഇനി നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡിന് ഒരു ചെറിയ ഇൻസ്ട്രക്ഷൻ നൽകുക. ഇനി ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. എന്റെ ആഗ്രഹങ്ങൾ ഇപ്പോൾ പ്രപഞ്ചത്തിന്റെ മടിയിലാണ്. എനിക്ക് ശരിയായ കാര്യങ്ങൾ കൃത്യസമയത്ത് ശരിയായ രീതിയിൽ എന്നിലേക്ക് വന്നെത്തും. ഇത് മാത്രം ചിന്തിച്ച് സ്വയം സമർപ്പിക്കുക. കാരണം നിങ്ങൾ വിട്ടുകൊടുക്കുമ്പോഴാണ് പ്രപഞ്ചം അതിനെ പിടിക്കുന്നത്. കേൾക്കുക, ചിലപ്പോൾ ആഗ്രഹങ്ങൾ ഉച്ചത്തിൽ സംസാരിക്കാറില്ല. രാത്രിയുടെ നിശബ്ദതയിലാണവ പൂർത്തിയാകുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി എന്റെ സ്വപ്നങ്ങൾ എപ്പോൾ ലഭിക്കും എന്ന് ചിന്തിക്കാതിരിക്കുക. അത് നേരത്തെ തന്നെ നിങ്ങളുടേതാണെന്ന രീതിയിൽ അതിനെ അനുഭവിക്കുക. ഇന്ന് നിങ്ങൾക്ക് ഉറക്കം വരികയാണെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് അല്ലാതെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് പ്രപഞ്ചത്തിനൊപ്പം പ്രവർത്തിക്കുകയാണ്. കാരണം നിങ്ങൾ അയച്ച എനർജി ഇപ്പോൾ മടക്കയാത്രയിലാണ്. ചിലപ്പോഴത് ഒരു വ്യക്തിയിലൂടെയാകും വരിക. ചിലപ്പോൾ ഒരു അവസരമായി വരാം, അല്ലെങ്കിൽ ചെറിയൊരു സൂചനയായി വരാം. എന്നാൽ അത് ഉറപ്പായും വരും. അത് വരുമ്പോൾ അത്ഭുതപ്പെടരുത്. കാരണം നിങ്ങളാണ് അതിനെ വിളിച്ചത്. ഓർക്കുക, രാത്രിയുടെ നിശബ്ദതയിലാണ് നിങ്ങളത് ചോദിച്ചത്. പ്രപഞ്ചം ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ആ നിശബ്ദതയിൽ. ഇനി കണ്ണുകളടച്ച് ഈ വാക്കുകൾ മനസ്സിൽ സൂക്ഷിക്കുക. ഞാൻ തയ്യാറാണ്. ഞാൻ നന്ദിയുള്ളവനാണ്. ഞാൻ ശാന്തനാണ്. എനിക്കുള്ളത് എന്നിലേക്ക് വരുന്നുണ്ട്. ഇനി സമാധാനമായി ഉറങ്ങുക. കാരണം ഇനി ജോലി നിങ്ങളുടേതല്ല, പ്രപഞ്ചത്തിൻ്റെതാണ്. നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കുക, പ്രപഞ്ചം നിങ്ങളുടെ സന്ദേശം കേട്ടുകഴിഞ്ഞു. ഈ അഫർമേഷൻസ് ആവർത്തിച്ച് നിങ്ങളോട് തന്നെ ഒരു വാഗ്ദാനം ചെയ്യുന്നതുവരെ ഇന്ന് രാത്രിക്ക് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ഓഫ് ചെയ്യരുത്. ഈ കാര്യങ്ങൾ എവിടെയെങ്കിലും നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ വെറുതെ ഷെയർ ചെയ്യരുത്. തോൽവി സമ്മതിച്ച ഒരാൾക്ക് ഇത് അയച്ചു കൊടുക്കുക. ഒരുപക്ഷെ അയാൾക്ക് ഈ രാത്രി ഒരു പുതിയ പ്രഭാതമായി മാറിയേക്കാം. ഇത്രമാത്രം കേൾക്കുക, പ്രപഞ്ചം കേൾക്കുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ കാണാം.